നിപ്പ അടിക്കടി കേരളത്തിൽ ആശങ്ക ഉയർത്തുന്നു. ജാഗ്രത പാലിക്കണം. മുൻകരുതൽ മറക്കരുത്. എന്താണ് ഈ നിപ്പ ഉയർത്തുന്ന പ്രശ്നമെന്നറിയാൻ പ്രജിൻസി കണ്ണൻ നമുക്കൊപ്പം ചേരുന്നു. പ്രജിൻസി കണ്ണൻ ഒരു എക്സ്പ്ലെയിനറുമായിട്ടാണ് വരുന്നത്. ഓവർ ടു പ്രജിൻസി കണ്ണൻ. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ്പ. വൈറസ് ബാധയുള്ള പന്നികളിൽ നിന്നോ വവ്വാലുകളിൽ നിന്നോ മനുഷ്യർക്ക് രോഗബാധ ഉണ്ടാകാം. അസുഖബാധയുള്ള മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും നിപ്പ പകരാം. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ 4 മുതൽ 14 ദിവസം വരെ സമയമെടുക്കാം. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്നുകൂടി നോക്കാം. തലവേദന, പനി, തലകറക്കം, ബോധക്ഷയം എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനം പിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ നിപ്പ ബാധിതർ അപൂർവമായി പ്രകടിപ്പിക്കാറുണ്ട്. ഇനി മുൻകരുതൽ എങ്ങനെ എന്നുകൂടി നോക്കാം. വൈറസ് ബാധിച്ച രോഗിയെ പരിചരിക്കുന്നവർ നിർബന്ധമായും മാസ്കും കയ്യുറയും ധരിച്ചിരിക്കണം. രോഗിയുടെ വസ്ത്രവും വ്യക്തിപരമായ ആവശ്യത്തിനുള്ള സാമഗ്രികളും പ്രത്യേകം സൂക്ഷിക്കുക. രോഗിയുമായി അകലം പാലിക്കുക. രോഗബാധിതർ അല്ലെങ്കിലും സാമൂഹിക അകലം ഉറപ്പാക്കുക. ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക എന്നിവയാണ് മുൻകരുതൽ മാർഗങ്ങൾ. വവ്വാലുകളുടെ കാഷ്ടവും ഉമിനീരും വൈറസ് വാഹകരായതിനാൽ വവ്വാലുകൾ കഴിച്ച പഴങ്ങൾ കഴിക്കാനോ അവയിൽ തൊടാനോ പാടില്ല എന്നത് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നതാണ്. ഉയർന്ന മരണനിരക്കുള്ള വൈറസാണ് നിപ്പ. ജാഗ്രതയും മുൻകരുതലുമാണ് ഏറ്റവും മികച്ച പ്രതിരോധം. എന്തായാലും ജാഗ്രത പാലിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിപ്പ വ്യാപിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലും ജനങ്ങൾ എടുക്കണം. കണ്ടെയ്ൻമെൻറ്റ് സോണായി ചില പ്രദേശങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ മാസ്ക് നിർബന്ധമാക്കണം. ഇങ്ങനെ നമ്മളതിനകത്തൊരു ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കോവിഡ് കാലത്ത് കുറേ അനുഭവിച്ചതായതുകൊണ്ട് അതൊന്നും കേട്ടാൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ കണ്ടെയ്ൻമെൻറ്റ് സോണിലെ നിയമങ്ങളും റെഗുലേഷൻസൊക്കെ ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ചില പ്രേക്ഷകർ പറയുന്നുണ്ട് ഇന്ന് രാവിലെ സംപ്രേഷണം ചെയ്ത അവതാരപുലികൾ നന്നായിരുന്നു, അതിനെ നിർത്തിക്കളയരുത് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം.